Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, we class start. So, in the class, we will biomedical waste table biological infection and chemical risk. Okay, in next biomedical waste management rules 1998. The Ministry of Environment and Forest, that is MOEF, underline ചെയ്യാട്ടോ എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. MOEF stands for എന്താണ് അതിന്റെ ഫുൾ ഫോം ചോദിക്കും. Ministry of Environment and Forest. ഇനി എന്താണ് MOEF എന്ന് നോക്കാം. The Ministry of Environment and Forest have promptly developed and released the guidelines to the hospitals to guarantee the safe and correct disposal of waste. Clear? The Ministry of Environment and Forest, that is Paristhithi Vana Mantраലയം, അത് നമുക്ക് ഹോസ്പിറ്റലുകളിലെ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, സേഫ് ആയിട്ട് റിമൂവൽ ചെയ്യേണ്ടത്, സേഫ് ആൻഡ് കറക്റ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. സോ സേഫ് ആയിട്ട് എങ്ങനെയാണ് അത് ഡിസ്പോസൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് MOEF നൽകുന്നത്. Then Biomedical Waste Management and Handling Rule 1998 came into effect. അപ്പൊ 1998 ഇങ്ങനെയുള്ള ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വരുന്നത്. Then it offers uniform recommendations and code of practices for biomedical waste management. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് റൂളിൽ ഒരുപാട് ശുപാർശകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. Then first amendment dated on 6 and 3rd 2000. 2006 മാർച്ച് 6-ന് 2000 അതിന്റെ ആദ്യത്തെ അമെന്റ്മെന്റ് വന്നത്. Then second amendment dated on 17/9 and 2003. Then 2018 and 2019. കുറെ ഡേറ്റുകളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കില്ല. അതായത് 1998 നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു റൂള് വരുന്നത്. ദെൻ ഈ 1998 വന്നതിന് ശേഷം നമുക്കത് ഒരു 2000 ആയപ്പോൾ, അതായത് ഒരു 2 ഇയർ കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് അമെന്റ്മെന്റ് വരുത്തി. അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഭേദഗതികൾ, അതായത് കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പൊ നമ്മൾക്ക് നിയമങ്ങൾ വരുമ്പോ തന്നെ ഇപ്പൊ ഒരു ഇയറിൽ നിയമം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. അതാണ് ഈ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, അതായത് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. സോ 1998 ആ ഒരു ഇയർ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ. 1998 എന്നുള്ളത് 1998 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ഓർത്ത് വെക്കാം. ദെൻ അത് 2000 ആയപ്പോൾ അവർ ഭേദഗതികൾ വരുത്തി. ദെൻ വീണ്ടും ഒരു 2003 അടുത്ത വീണ്ടും ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ 2003 ഭേദഗതി വരുത്തി. ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നത് 2018 2019 കുറച്ച് ഭേദഗതികൾ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരുന്നു. ഓക്കെ, അത്രയുള്ള അവിടെ പറയാനായിട്ട് MOEF ഓർത്ത് വെക്കുക. Then 1998 എന്നുള്ളൊരു ഇയർ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? നിയമപ്രകാരം എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റു വേസ്റ്റുകളുമായിട്ടും കമ്പൈൻ ചെയ്ത് വെക്കാൻ പാടില്ല, ഇടകലർത്തി ഇടാൻ പാടില്ല, സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. Then രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ ബി സെപ്പറേറ്റഡ് ഇൻടു കണ്ടെയ്നേഴ്സ്, bags at the point of generation prior to its storage, transportation, treatment and removal. അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അവര് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിൽ വേണം സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാൻ. കണ്ടെയ്നറും കളർ കോഡൊക്കെ നമ്മൾ നെക്സ്റ്റ് അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ വേസ്റ്റുകൾ മിക്സ് ചെയ്യാൻ പാടില്ല, സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ദെൻ അത് സ്റ്റോറേജ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതിന്റെ ട്രീറ്റ്മെന്റും റിമൂവൽ ചെയ്യുന്നതും സേഫ് ആയിരിക്കണം എന്ന്. സോ അങ്ങനെ സേഫ് ആക്കാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഈ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ സെപ്പറേറ്റ് ഡിഫറെന്റ് കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചു വെക്കണം.
ക്ലിയർ ആണോ ആ ഒരു സെക്ഷൻ? ജസ്റ്റ് ആ വേസ്റ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്തത് നോക്കാം. ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ. ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒക്യുപ്പയർ തൊഴിലാളികള് അല്ലെ? എങ്ങനെയാണ് ആ തൊഴിലാളികൾ ചെയ്യുന്നതെന്നാണ്. It shall be the duty of each occupant of a facility producing biomedical waste which comprise hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what they call, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. ഒറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുകയാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജൻസീസുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് ബയോമെഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റല്, നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, അതുപോലെ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, അനിമൽ ഹൗസ്, പാത്തോളജിക്കൽ ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് to take all steps to make sure that such waste is handled without any negative impact. അപ്പൊ ഒക്യുപ്പയർ ഈ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഹ്യൂമനും മനുഷ്യനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും നെഗറ്റീവ് ഇമ്പാക്ട് ദോഷം വരുത്താത്ത രീതിയിൽ വേണം ഈ ഒരു വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുവാൻ. അല്ലെ? മനുഷ്യരും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ അല്ലെ? അവർക്കും അത് ദോഷകരമാണ്. മനുഷ്യന് മാത്രമല്ല സസ്യജന്തു ജാലങ്ങൾക്കും ഈ ഒരു വേസ്റ്റ് കൊണ്ട് നമുക്കത് വളരെ സൈഡ് എഫക്റ്റുകൾ വരുന്നു. സോ ഇത് കൈകാര്യം ചെയ്ത് ഒക്യുപ്പയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഹ്യൂമനും മനുഷ്യന്റെ ആരോഗ്യത്തെയും നോക്കുക, അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ദോഷകരമല്ലാത്ത രീതിയിൽ വേണം അത് ഹാൻഡിൽ ചെയ്യുവാൻ. അതാണ് ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയറിൽ പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വായിക്കണം. Then what is biomedical waste as per law? Then duty of occupier. അവിടെ വരെയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഒരു പ്രാവശ്യം വായിക്കുക കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കണം. Then duty of occupier പറയുന്നത് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്കറിയാം നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി ഏതൊക്കെയാണ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തവര്, അതായത് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോ അവര് പ്രകൃതിക്കും അതുപോലെ മനുഷ്യനും എൻവയോൺമെന്റിനും നെഗറ്റീവ് ഇമ്പാക്ട് വരുത്താത്ത രീതിയിൽ വേണം വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുവാൻ. അതാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, വെറ്റിനറി, ഇവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളെ ഈ ഒക്യുപ്പയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റിനും നെഗറ്റീവ് ഇമ്പാക്ട് വരുത്താത്ത രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഏരിയയാണത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ഡൗട്ട് ആണോ ചോദിച്ചോളൂ. ഒക്യുപ്പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് തന്നെയാണ്, എംപ്ലോയീസ് ഇല്ലേ, അതായത് ബയോ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സ്.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച അത്രയും ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ വരെ വായിച്ചു എല്ലാവരും? നെക്സ്റ്റ് വന്ന് നോക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബയോമെഡിക്കൽ. അപ്പൊ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, then എവിടെ നിന്നൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഈ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യാൻ പോകുന്ന പ്രോസസ്സുകളെ കുറിച്ചാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, the hospital waste like body parts, organs, tissues, blood and body fluids along with solid linen, cotton, bandage and plaster cast from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed in a safe approach to avoid nosocomial or hospital developed illness. ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ, ഒരു എഡിറ്റിംഗ് ഇല്ലാത്ത സെന്റൻസ് ആണ്. നോക്കാം, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഹോസ്പിറ്റൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത് ബോഡി പാർട്സ് ഉണ്ടാകാം, ഓർഗൻസ് ഉണ്ട്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, സോളിഡ് ലിനൻ, കോട്ടൺ, ബാൻഡേജ് ആൻഡ് പ്ലാസ്റ്റർ കാസ്റ്റ്. പ്ലാസ്റ്റർ ഒക്കെ ഇടില്ലേ, കയ്യും കാലം കൂടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടില്ലേ, അങ്ങനെയുള്ള പ്ലാസ്റ്റർ കാർഡുകൾ. പിന്നെ നമ്മൾ കോട്ടൺ, സോളിഡ് ലിനൻ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, ഇതൊക്കെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നോക്കാം, ഫ്രം ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ഏരിയാസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ഏരിയ എന്ത് വേണം, ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ പ്രോപ്പർലി ഗ്യാതേർഡ്. ഗ്യാതർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഗ്യാതേർഡ് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യണം, then separated, അതിനെ വേർതിരിക്കണം. നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ ഉള്ളവയുണ്ടാകും, ഇൻഫെക്ഷൻ അല്ലാത്ത വസ്തുക്കൾ ഉണ്ടാകും. സോ അതിനെ മിക്സ് ചെയ്തിടാതെ ഗ്യാദർ ചെയ്യുക. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, കളക്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് വേണം അത് കളക്ട് ചെയ്യാം. ഇതിന് പ്രോപ്പർ ആയിട്ട് വേണം എന്ന് പറയുന്നത് ഗ്ലൗസും ഇതൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ ഒക്യുപ്പയറെ ഹാൻഡിൽ ചെയ്യുവാൻ. സോ കളക്ട് ചെയ്യാം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ദെൻ അതിനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ ഒരു കറക്റ്റ് പ്രോപ്പർ ഏരിയയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. മൂവ് ആൻഡ് ഹാൻഡിൽ ആൻഡ് ഡിസ്പോസൽ, അവിടുത്തെ നീക്കി മൂവ് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് ആ ഒരു ഡിസ്പോസൽ ചെയ്യേണ്ട ഏരിയയിലോട്ട് കൊണ്ടുപോകുക. ഇൻ സേഫ് അപ്രോച്ച് ടു അവോയ്ഡ് നോസോകോമിയൽ ഓർ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനെസ്. ഇതിനു വേണ്ടി ഇങ്ങനെ സേഫ് ആയിട്ടുള്ള അപ്രോച്ച് വേണമെന്ന് നമ്മൾ ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും അതിനെ ഡിസ്പോസൽ ചെയ്യുന്നതും സേഫ് ആയിട്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ടു അവോയ്ഡ് നോസോകോമിയൽ ഓർ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനെസ്. നോസോകോമിയൽ എന്ന് വെച്ചാൽ എന്താണ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ എന്ന് പറഞ്ഞാല്. അതായത് നോസോകോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒഴിയുന്ന വരുന്ന അസുഖങ്ങൾ നമുക്ക് കഴിയാനും, അതുപോലെ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനെസ്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വരുന്ന അസുഖങ്ങൾ. നോസോകോമിയലും ഏകദേശം ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസും അസുഖങ്ങളെ തടയാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യണം, അതിനെ മൂവ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, ഡിസ്പോസൽ ചെയ്യുക. ഓക്കെ, അതാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. ക്ലിയർ ആണോ? ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് ബോഡി പാർട്സ്, ഓർഗൻസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് ആണ് ഇനി പഠിക്കുന്നത്. അപ്പൊ പ്രോസസ്സിലെ ഫസ്റ്റ് കാര്യമാണ് വേസ്റ്റ് കളക്ഷൻ അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റുകളെ കളക്ട് ചെയ്യണം. ബയോമെഡിക്കൽ വേസ്റ്റുകള് ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമാണ് വേസ്റ്റ് വരുന്നത് അല്ല. ഹോസ്പിറ്റലിൽ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ചു ഔട്ട് പേഷ്യന്റ്, വാർഡ്, ലബോറട്ടറി അല്ലെങ്കിൽ വെന്റിലേറ്റർ, ICU, അങ്ങനെ ഓരോ സെക്ഷനിൽ നിന്നുമുള്ള വേസ്റ്റുകളെ കളക്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റിനെ കളക്ട് ചെയ്യുക. വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് കളക്ഷൻ is a step in the procedure of waste management. വേസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, വേസ്റ്റ് കളക്ഷൻ. That is moving solid waste to the point of treatment or landfill from point of usage and disposal. ഇവിടെ നമ്മള് വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെ, സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഖരകട്ടിയുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ ഖരമാലിന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്പോസൽ ചെയ്തിട്ട് ആ പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഓർ ലാൻഡ്ഫിൽ എവിടേക്കാണ് നമ്മൾ അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത് ആ ഏരിയയിലോട്ട് മാറ്റി കൊണ്ടുവെക്കണം എന്ന്. അതായത് ഇപ്പൊ വേസ്റ്റ് കിടക്കുന്നോടത്ത് തന്നെ ഇടാതെ അവിടുന്ന് ആ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ലാൻഡ്ഫിൽ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കുഴിച്ചിടുന്നതാണെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോകുക. പോയിന്റ് ഓഫ് യൂസേജ് ആൻഡ് ഡിസ്പോസൽ അല്ലെ, അതായത് ആ ഒരു ഉപയോഗത്തിന്റെയും നിർമ്മാർജ്ജനത്തിന്റെയും ആ സ്ഥലത്തൊക്കെ മാറ്റി, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ മാറ്റിക്കൊണ്ട് അത് നമ്മളിപ്പോ കുഴിച്ചിടാനാണോ അല്ലെങ്കിൽ കത്തിച്ചു കളയാനാണോ എന്തിനാണോ ആ ഏരിയയിലോട്ട് നമ്മൾ അതിന് വേസ്റ്റിനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി മാറ്റി വെക്കുക. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സെപ്പറേഷൻ. സെപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് സെപ്പറേഷൻ. എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തവരാണെങ്കിൽ ഒന്ന് പേരിൽ എഴുതി വെച്ചോളൂ, വേർതിരിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, വേസ്റ്റ് കളക്ട് ചെയ്തു, then അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സെപ്പറേഷൻ മേക്സ് ഇറ്റ് സിമ്പിൾ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൽനെസ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ പരമാവധി നമുക്ക് അസുഖങ്ങള് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു മാലിന്യങ്ങള് ഇൻഫെക്ഷൻ ആയിട്ടുള്ളത് ഉണ്ടാകാം, ഇൻഫെക്ഷൻ അല്ലാത്ത മാലിന്യങ്ങളൊക്കെ ഉണ്ടാകാം. സോ ഇത് രണ്ടും കൂടി മിക്സപ്പ് ചെയ്യുമ്പോഴാണ് അസുഖങ്ങളൊക്കെ പടരാനായിട്ട്, സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉള്ളത്. സോ നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. Then make it simple to choose from disposal choice and can lessen the burden on the waste treatment system and protect against injuries. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവര് വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് അവരുടെ ബേർഡൻ, അവരുടെ ഭാരം ഒഴിവാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേസ്റ്റുകളിൽ നമ്മൾ പറഞ്ഞു ഷാർപ്പ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഉപയോഗിച്ചിട്ടുള്ള നീഡിൽസും അങ്ങനെയുള്ള ഐറ്റംസ്. ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ഇടുമ്പോൾ അവരത് എടുക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോ അങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ളതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, അല്ലാത്ത വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. മിക്സപ്പ് ചെയ്യുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, ലാസ്റ്റ് അവർ വീണ്ടും അത് സെപ്പറേറ്റ് ചെയ്ത് വരും. സോ ആദ്യമേ അത് കളക്ട് ചെയ്യുമ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പകുതി പണി കുറഞ്ഞു കിട്ടും. ഇത് നമ്മുടെ വീട്ടില് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഹരിതകർമ്മസേന വരാറില്ലേ? കൊടുക്കാറുണ്ടോ നിങ്ങൾ വേസ്റ്റ്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാൻ വരും, ചേച്ചിമാര് വരാറില്ലേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാൻ അല്ലെ? അപ്പൊ കൊടുക്കാറുണ്ട് എല്ലാവരും. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് നമ്മൾ കൊടുക്കുമ്പോ അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതായത് കവറുകൾ മാത്രം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവരിടും. കാരണം അവർക്ക് ആ ഒരു, അല്ലെങ്കിൽ അവർ ലാസ്റ്റ് വീണ്ടും പോയിട്ട് വേർതിരിക്കുന്നതായിട്ട് വരും അല്ലേ? അപ്പൊ അതിനെ കൊണ്ട് അതുകൊണ്ട് എന്താണ്, നമ്മളെ കറക്റ്റ് അവര് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കും. അപ്പൊ അവരുടെ പണി എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും സേഫ് ആണ് അവർ. അതാണ് ആദ്യം വേസ്റ്റ് കളക്ട് ചെയ്യുക, then അതിനെന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. വായിച്ചു നോക്കുക കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സും വേസ്റ്റ് കളക്ഷനും സെപ്പറേഷനും വായിക്കണം. എളുപ്പമാണ് ഈ ഒരു ഏരിയ വായിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ടേബിളില്
വേസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ കളർ കോഡുകളൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. പക്ഷെ നമ്മൾ ടേബിൾ അല്ല ഇത് എടുക്കുന്നത്. ടേബിൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ടേബിൾ കഴിഞ്ഞിട്ട് ഇതൊന്നും ഈ ഒരു പേജ് നമ്പർ എനിക്ക് അറിയില്ല. ഹെഡിങ് നോക്കാം, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. ഹെഡിങ് നോക്കി, ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ കഴിഞ്ഞിട്ട് മേബി ഒരു പേജ് കൂടി കഴിഞ്ഞിട്ടായിരിക്കാം. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഹെഡിങ് നോക്കാം കേട്ടോ. കിട്ടിയോ? 94 ആണോ പേജ് നമ്പർ? ഓക്കെ, പേജ് നമ്പർ 94 എടുക്കുക എല്ലാവരും. 95 ആണോ? ഓക്കെ 95 94 ഹെഡിങ് നോക്കാം, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. കിട്ടിയോ? ഓക്കെ, അപ്പോ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കും മിസ്സിന്റെ ടേബിൾ എടുക്കാത്തതിന് കാരണമുണ്ട്. അത് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ എടുക്കാം. ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഞാൻ ടേബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ഇത് ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്. നോക്കാം, എടുത്തല്ലോ, കിട്ടിയില്ലേ? പേജ് നമ്പർ 95 ആണോ? 95 അല്ലേ? ഓക്കെ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അപ്പൊ നമ്മൾ ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ വേസ്റ്റിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡുകളാണ് ഈ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചികിത്സയല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഈ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത്? കത്തിച്ച് കളയാണോ, ഒഴിച്ചുകൂടുകയാണോ? അപ്പൊ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡിസ്പോസൽ ചെയ്യാവുന്ന ഈ നമ്മുടെ വേസ്റ്റുകളെ ഏതെല്ലാം രീതിയിൽ ഡിസ്പോസൽ ചെയ്യാം, ആ മെത്തേഡ്സുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു 5-7 മെത്തേഡാണ് ബയോമെഡിക്കൽ വേസ്റ്റുകളെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡുകൾ. അപ്പൊ എല്ലാ വേസ്റ്റും ഓരോ വേസ്റ്റും അതിനനുസരിച്ചിട്ടുള്ള ഏത് മെത്തേഡാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് ആ ഒരു മെത്തേഡിലായിരിക്കും ഡിസ്പോസൽ ചെയ്യുന്നത്. നോക്കാം, the various disposal methods now in use are the following. നമ്മളിപ്പോ ഈ അടുത്തായിട്ട് ഉപയോഗിച്ച് വരുന്ന ഡിസ്പോസൽ മെത്തേഡുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പോ ഇൻസിനറേഷൻ എന്ന് പറയുമ്പോ എന്താണ് ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻസിനറേഷൻ മീനിങ് മലയാളത്തിൽ എന്താ പറയാ? നമ്മൾ ഇൻസിനറേഷൻ ആവശ്യമൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ആരും? ഫ്ലോ ചാർട്ട് മീൻസ് ഏതായിരുന്നു ഫ്ലോ ചാർട്ട് ഉദ്ദേശിച്ചത്? ടേബിൾ ആണോ ഫ്ലോ ചാർട്ട് എന്ന് ഉദ്ദേശിച്ചത്? ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ടേബിൾ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ടേബിൾ എടുക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഡൗട്ട് ഉണ്ടോ കുറച്ചു പേർക്ക്? നോക്കാം കേട്ടോ, ഞാൻ പറയാം എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പറയാവേ. നിങ്ങൾ ടേബിൾ ഒന്ന് നോക്കിയേ. ടേബിളിനകത്ത് പറയുന്നത് വേസ്റ്റിന്റെ കാറ്റഗറി നമ്പേഴ്സ്, ദെൻ ടൈപ്പ് ഓഫ് വേസ്റ്റ്, ദെൻ കളർ കോഡ്, ഏതിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ദെൻ ടേബിളിന്റെ ലാസ്റ്റ് കോളം നോക്കി, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസ്പോസൽ ചെയ്യുന്നത്. കണ്ടോ? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്. അപ്പൊ ഈ സംഭവങ്ങൾ എന്താണെന്ന് അറിയണ്ടേ നമുക്ക്? അറിയാതെ ഞാൻ ടേബിൾ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? എങ്കിൽ നിങ്ങൾ ഓർക്കുന്നത് ഇമ്പോർട്ടന്റ് അല്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് അത്, ടേബിള്. അപ്പൊ ടേബിളില് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഈ മെത്തേഡുകൾ? കണ്ടോ? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ട് നമ്മൾ ഇത് പഠിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ആ ഒരു മെത്തേഡ് എടുക്കുന്നത് കേട്ടോ. മനസ്സിലായോ? കുറച്ചു പേർക്ക് സംശയം വന്നിട്ടുണ്ടാവും, എനിക്കറിയാം, കുഴപ്പമില്ല. നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻസിനറേഷൻ ടെക്നോളജി. ആരോ കമന്റ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, പറയാനായിട്ട് എടുക്കാറുണ്ട്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കുക എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. ദഹിപ്പിക്കല്. നോക്കാം. This is a high temperature thermal process that employs burning of waste under controlled conditions for changing them into inert material, chemical inactive and gases. ഹൈ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ്സിൽ അല്ലെ, അതായത് ഉയർന്ന ഒരു താപ പ്രക്രിയയാണ്. ഉയർന്ന ഒരു താപ പ്രക്രിയയിൽ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അതായത് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികള് ഈ മാലിന്യങ്ങളെ, നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നു. ചേഞ്ചിങ് ഇൻ ദം ടു ഇനർട്ട് മെറ്റീരിയൽ ആയിട്ട് മാറ്റുന്നു. എന്താ ഇനർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് നമ്മൾ പറയില്ല, കത്തിക്കഴിഞ്ഞത് ചാരമാക്കി മാറ്റുന്നു. ഒരു വലിയൊരു വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കത്തിച്ച് ചാരമാക്കി മാറ്റുന്നു.
കെമിക്കലി ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗ്യാസസ് ഫോമിലോട്ടോ അല്ലെങ്കിൽ ഒരു ചാരത്തിന്റെ രൂപത്തിലോട്ടാക്കി മാറ്റുന്നു. Incinerator can be either oil-fired or powered by electricity or a combination. ഇനി ഈ കത്തിക്കുന്നത് അല്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഓയില്, അതായത് ഇപ്പൊ നമ്മൾ പെട്രോളോ ഡീസലൊക്കെ ഒഴിച്ചിട്ട് ഓയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ട് കത്തിക്കാം, ഓർ ഇലക്ട്രിസിറ്റി ഓർ കോമ്പിനേഷൻ. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമ്മള് ഡെഡ് ബോഡീസ് ഒക്കെ ഇലക്ട്രിക്കലി ആയിട്ട് നമ്മൾ ദഹിപ്പിക്കില്ലേ, ഡെഡ് ബോഡീസ് ഒക്കെ കത്തിക്കാറില്ലേ, ഇലക്ട്രിക്കലി ആയിട്ടുള്ളതല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ഇലക്ട്രിക്കലിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ വേസ്റ്റുകളെ കത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെട്രോളോ ഓയിൽ ഫയർഡ് പെട്രോളോ ഡീസലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കത്തിക്കാം വേസ്റ്റുകളെ. രണ്ട് രീതിയിൽ കത്തിക്കാം. Then the advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. ഇങ്ങനെ നമ്മൾ ഇൻസിനറേഷൻ ടെക്നോളജി, അതായത് വേസ്റ്റുകളെ കത്തിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് വോളിയം, അതായത് നമ്മുടെ സോളിഡ് വേസ്റ്റിന്റെ ഖരമാലിന്യങ്ങളുടെ വോളിയം, അതായത് അതിന്റെ ഒരു വ്യാപ്തി ഒരു 30% ഒറിജിനൽ വോളിയത്തിന്റെ, അതായത് ഒറിജിനൽ വേസ്റ്റിന്റെ ഒരു 30% കുറയ്ക്കാൻ പറ്റുന്നത്. എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നത്? അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളുടെ വീട് പരിസരമൊക്കെ നിങ്ങൾ അടിച്ചു വൃത്തിയാക്കി ഒന്ന് മീൻസ് തൂത്തുവാരി കത്തിക്കുക, മീൻസ് കുറെ ഒരുപാട് ചവറ് ഇങ്ങനെ കൂമ്പാരം പോലെ നമ്മൾ വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തി എന്ന്, അതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കാം. നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നമ്മളുടെ വീടും പരിസരമൊക്കെ നിങ്ങൾ അടിച്ചു വൃത്തിയാക്കി ഒരുപാട് ചവറുകളും ഇലകളും ചപ്പു ചവറുകളും പേപ്പറും എല്ലാം കൂടി കത്തിക്കാനായിട്ട് ഒരു കൂമ്പാരം പോലെ നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുകയാണെ, കത്തിക്കാനായിട്ട് ഒരു മല പോലെ നമ്മളിങ്ങനെ കൂട്ടി വെക്കില്ലേ ചൂല് കൊണ്ട് അടിച്ച് വൃത്തിയാക്കാനായിട്ട്. സോ അപ്പൊ ഈ മല പോലെ കൂട്ടി വെച്ച സംഭവം നമ്മൾ കത്തിക്കഴിയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും? അതേ സെയിം അളവിൽ തന്നെ ആയിരിക്കും കത്തിത്തീരുമ്പോൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണോ? ഒരുപാട് ഇങ്ങനെ മല പോലെ നമ്മൾ കത്തിച്ചു വെച്ചു, കത്തിക്കഴിയുമ്പോൾ എന്താവും? ചെറിയൊരു അംശം ചാരമായിട്ട് അത് മാറില്ലേ? ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ടോട്ടല് ഒരു വോളിയം എന്ന് വെച്ചാൽ മൊത്തത്തില് ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് കത്തിക്കഴിയുമ്പോൾ അതിന്റെ ഒരു 30% മാത്രമായിട്ട് മാറുന്നു അല്ലേ? നമ്മൾ വീട്ടില് നമ്മൾ ചപ്പുചവറ് കത്തിക്കും, ഒരുപാട് ചവറ് നമ്മൾ കത്തിക്കും, പക്ഷെ കത്തി തീരുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 30% മാത്രം ഒരു ചാരമായിട്ട് അത് മാറില്ലേ? അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ കിടക്കോ കത്തിക്കഴിഞ്ഞാലും? ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ആ ലെസൺ മീൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഒരുപാട് കത്തിക്കാനുണ്ടെങ്കിലും അത് കത്തിക്കഴിയുമ്പോൾ അത് ഒറിജിനൽ വേസ്റ്റിന് ഒരു 30% മാത്രം അവശേഷിക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി എന്താണെന്ന്? അതായത് നമ്മൾ കത്തിക്കും, മീൻസ് വേസ്റ്റിന് നമ്മൾ കത്തിക്കുകയാണ്. അതൊന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ കത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്രോൾ ഡീസലൊക്കെ ഉപയോഗിച്ച് കത്തിക്കാം. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വെയിൽ, അതായത് ഒറിജിനൽ വോളിയത്തിന്റെ ഒരു 30% ആക്കി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ? ഇനി നെക്സ്റ്റ് അടുത്തൊരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. ഓക്കെ, അടുത്തൊരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്. ഇത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഓട്ടോക്ലേവിംഗ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാവും. പ്രോസസ് ഒന്നും അറിയാൻ അണുനശീകരണം. നിങ്ങളിങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമുക്കത് വായിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഞാൻ നോക്കാട്ടെ മാക്സിമം. കേട്ടിട്ടുണ്ട്. അണുമുക്തമാക്കുക, സെയിം ആ ഒരു പ്രോസസ് തന്നെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. നോക്കാം. The process uses steam at a high temperature. ഹൈ ടെമ്പറേച്ചർ സ്റ്റീമിൽ ഉയർന്ന ഒരു നീരാവിയിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. It has been suggested for microbiology. Pressure cooker. Okay. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. അപ്പൊ ഈ ഓട്ടോക്ലേവിംഗ് നമ്മൾ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് ഈ ലബോറട്ടറിയിലും ബയോടെക്നോളജിയിലുള്ള വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഷാർപ്പ് വേസ്റ്റുകൾ വീടിലൊക്കെ ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ ഡേർട്ടി സോളിഡ് ഖരമാലിന്യങ്ങളൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. This technology offers certain categories of waste that is not determined so that the treated residues can be landfill. In the residues എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അതായത് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഈ അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡ് ഫില്ല് ചെയ്യാം. ലാൻഡ് ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാതെ ഈ വീടിലൊക്കെ കൊണ്ടുപോയി ലാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ
സ്പ്രെഡ് ചെയ്യും, രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓട്ടോക്ലേവ് ചെയ്ത് അതിനെ അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴിച്ചു മൂടുന്നത്, ലാൻഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ വേറെ പ്രോബ്ലംസ് ഒന്നും ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ പ്രദേശത്തോ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി ഓട്ടോക്ലേവ് ചെയ്ത് അതിനെ അണുവിമുക്തമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാൻഡ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ് ഓട്ടോക്ലേവിങ്? അത്രേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ഡിസ്പോസൽ മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കി. ഇൻസിനറേഷന് വായിക്കണം, ഓട്ടോക്ലേവിംഗ് വായിക്കാം. ഓട്ടോക്ലേവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഉപയോഗിക്കുന്ന നീഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷാർപ്പ് വേസ്റ്റുകളൊക്കെ, ഇതിന് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള അണുക്കളെ നമ്മൾ മാറ്റുന്നു. ഈ അണുക്കളെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഡിസ്പോസൽ ലാൻഡ് ഫില്ല് ചെയ്യുന്നു, കുഴിച്ചുമൂടാണ്. അണുക്കളോട് കൂടി തന്നെ കുഴിച്ചുമൂടിയാൽ എന്താ സംഭവിക്കുക, ഇൻഫെക്ഷൻ വരും, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം അതിന് ഓട്ടോക്ലേവ് ചെയ്യുന്നു, ശേഷം നമ്മൾ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ ലാൻഡ് ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ സേഫ് ആയിരിക്കും. പെട്ടെന്ന് വായിക്കാം കേട്ടോ അത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം, മൈക്രോവേവ് ഇറാഡിയേഷൻ. മൈക്രോവേവ് ഇറാഡിയേഷൻ അതായത് ഏകദേശം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവനൊക്കെ, അതിന്റെയൊക്കെ സെയിം പ്രോസസ് തന്നെയാണ് കേട്ടോ. നോക്കാം. The microwave is based on the principle of generation of high frequency waves. അല്ലെ, ഉയർന്ന ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മൈക്രോവേവ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലോ ഓവനൊക്കെ ഇല്ലേ മൈക്രോവേവ്? ഇല്ലോ, ആരുടെ വീട്ടിലില്ല? നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക മൈക്രോവേവ് ഓവൻ ഉണ്ടോ? ഓക്കെ, നോക്കാം. മൈക്രോവേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മൈക്രോവേവ് ഓവൻ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇല്ല, കുഴപ്പമില്ല, പറയാ. The microwave is based on frequency, high frequency, ഉയർന്ന frequency വേവ്സിലാണ് ഈ മൈക്രോവേവ് വർക്ക് ചെയ്യുന്നത്. These waves cause the particles within the waste material to tremble. Tremble ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഷിവർ ചെയ്യാന്ന്, വിറപ്പിക്കുന്നു. അതായത് generating the heat. അതായത് നിങ്ങൾ മൈക്രോ ഓവനിലൊക്കെ മീൻസ് ഇപ്പൊ നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ വെക്കുമല്ലോ, ഓവനിൽ നമ്മൾ വെക്കുമ്പോൾ ഈ പാത്രം വെക്കുന്നത് ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ? ഓവനിലുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഇത് ഷിവർ ചെയ്യും, നല്ല രീതിയിലുള്ള ഹൈ ഫ്രീക്വൻസി വേവ് ആയിരിക്കും, നല്ല രീതിയിൽ ഒന്ന് ഷിവർ ചെയ്യാൻ തുടങ്ങും സംഭവം. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ഓവൻ പോലത്തെ അല്ല കേട്ടോ, ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് വലിയൊരു മൈക്രോവേവ് മെഷീനാണ്. ആ മെഷീനിലോട്ട് നമ്മൾ ഈ വേസ്റ്റുകൾ ഇടുന്നു. ഈ വേസ്റ്റുകൾ ഇടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ട്രംബിൾ ചെയ്യാൻ തുടങ്ങുന്നു, ഷിവർ ചെയ്ത് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. ഈ ഷിവർ ചെയ്യുന്ന ടൈമില് അതിലെ അണുക്കൾ, പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണികകള്, അതായത് അണുക്കളും മീൻസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ഓൾ പാത്തോജൻസ്, അതിലെ രോഗകാരികൾ നശിച്ചു പോകുന്നത്. ഇതിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ വേസ്റ്റ് ഇടുമ്പോ വേസ്റ്റ് ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ഷിവറിംഗ് ടൈമില് ഡിസ്ട്രോയ് ഓൾ പാത്തോജൻസ്, രോഗാണുക്കള് നശിച്ചു പോകുന്നത്, ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു. ഇതാണ് മൈക്രോവേവ് ഇറാഡിയേഷനിൽ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവിന്റെ സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ ടൈപ്പ് മെഷീൻ ആയിരിക്കും. അതിന്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ബേസ് പോലത്തെ പാത്രം പോലത്തെ സംഭവം ഉണ്ട്, അത്യാവശ്യം വലുതായിരിക്കും. അതിൽ നമ്മൾ ഈ വേസ്റ്റുകൾ കൊണ്ട് നിക്ഷേപിക്കുന്നു. പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അത് ട്രംബിൾ ചെയ്യുന്നു. മീൻസ് നല്ല രീതിയിൽ അതിങ്ങനെ ആ പാത്രം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ആ വിറക്കലിന്റെ ടൈമില് അതിലുള്ള അണുക്കള് നശിച്ചു പോകുന്നു. ഇത് നശിച്ചു പോയ വേസ്റ്റിനെ നമുക്ക് അതിന് ഇതുപോലെ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യാം. ഇൻഫെക്ഷന് നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
വാഷിംഗ് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല. വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ആ CSST നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. CSST വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്യണല്ലേ. ഇത് റൊട്ടേറ്റ് അല്ല, ഷിവർ ചെയ്യുന്നു. ഷിവർ ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ കണികളൊക്കെ ഇതുപോലെ എന്താ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകുന്നു. ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം, കെമിക്കൽ മെത്തേഡ്സ്. 1% for chemical disinfection, 1% hypochlorite solution can be used. അതായത് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് 1% കെമിക്കൽ ഡിസിൻഫെക്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാന്ന്. എന്താ കെമിക്കൽ ഡിസിൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാമോ? കെമിക്കൽ ഡിസിൻഫെക്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെറ്റോള്, ഫിനോള്, അങ്ങനെ ഡെറ്റോളൊക്കെ നമ്മള് ഫിനോയില്, ഡെറ്റോള് പോലുള്ള വസ്തുക്കൾ അതൊക്കെ നമുക്ക് 1% നമുക്ക് ഉപയോഗിക്കാന്ന് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടില് നിലനിർത്തുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ല ഡെറ്റോള് മുതക്കി. അതൊക്കെ എന്തോരാണ്? ഒരു കുപ്പി ഡെറ്റോൾ 10 ഡെറ്റോൾ ഒഴിക്കാറുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ നമ്മള് ഫിനോയിലോ അല്ലെങ്കിൽ ലൈസോള് പോലുള്ള ഐറ്റംസ് ഒക്കെ ഒരു എന്താ പറയാ 10 നമ്മൾ ബോട്ടിൽ ഒഴിക്കോ? ഇല്ല, 1% മതി. അതിന്റെ ഒരു അടപ്പയിലോ കുറച്ച് തുള്ളി മതി അല്ലെ. നമ്മളൊരു കഴുകാനുള്ള വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യത്തിന് ഒരു തുള്ളിയോ അല്ലെങ്കിൽ ഒരു അടപ്പയിൽ മതി. അത് 1% നമുക്ക് ഇതുപോലെ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ആയിട്ടുള്ള ഡെറ്റോളോ ഫിനോയിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ അതുപോലെ ബ്ലീച്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതും 1% നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേസ്റ്റുകൾ നമുക്ക് വേസ്റ്റിന്റെ ആ ഒരു അളവ് എന്താ പറയാ കാഠിന്യം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. അടുത്തൊരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പുതിയൊരു പ്രോസസ് ആയിരിക്കും. ആണോ? കേട്ടിട്ടുണ്ടോ പ്ലാസ്മ പൈറോളിസിസ്? പുതിയ മെത്തേഡുകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. കേട്ടിട്ടില്ല, കുഴപ്പമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. എന്താണ് സംഭവം എന്ന് ഒന്ന് മനസ്സിലാക്കി കേട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കുക. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ എന്ന് പറയുന്നത് അതാദ്യം ചോദിക്കട്ടെ. അത് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്ലാസ്മ. എന്താ പ്ലാസ്മ എന്ന് പറയുന്നത്? ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ബ്ലഡിലാണോ? ബ്ലഡിലല്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ കോമൺ ആയിട്ട് നമ്മള് മാത്തേഴ്സ് പഠിച്ചിട്ടുണ്ടോ? മാത്തേഴ്സ് കോമ്പോണന്റ് ആണോ? മാത്തേഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഞാൻ മലയാളത്തിൽ പറയാം, അപ്പൊ എല്ലാവർക്കും പിടുത്തം കിട്ടും അല്ലെ. നമ്മള് ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥകൾ പഠിച്ചിട്ടുണ്ടോ? ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥകൾ 3 അവസ്ഥകൾ പഠിച്ചിട്ടുണ്ടോ? ഖരം, ദ്രാവകം, വാതകം പഠിച്ചിട്ടില്ലേ? യെസ്, മലയാളത്തിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും പിടുത്തം കിട്ടിയില്ലേ? അപ്പൊ നമ്മള് ഖരം, ദ്രാവകം, വാതകം ഈ 3 നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഈ 3 കഴിഞ്ഞിട്ട് നമ്മളൊരു പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷുകാർ ലിക്വിഡ്, സോളിഡ്, ഗ്യാസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 4ാമത്തെ ഒരു ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ടട്ടോ, പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാസ്മ പൈറോളിസിസ് എന്താണെന്ന് നോക്കാം. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. Underline ചെയ്യാട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. മോഡേൺ ടെക്നോളജി ആണ്. മെഡിക്കൽ വേസ്റ്റിനെ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. It is an environment friendly technology. ഇതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജി ആണ്. സോ എൻവയോൺമെന്റിന് ദോഷമൊന്നും വരുത്താത്ത രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് നോക്കാം. The plasma pyrolysis process, it is the thermal degradation of organic substances in absence of air, that is oxygen, utilizing plasma energy. അതായത് പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ട് ഒരു എനർജിയാണ്. ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചിട്ട് ഓക്സിജന്റെ അഭാവത്തിൽ, ഓക്സിജൻ എയറിന്റെ സാന്നിധ്യം വേണ്ട അവിടെ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് വായുവിന്റെ അഭാവത്തില് ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ലെ, ഓർഗാനിക് പദാർത്ഥങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മള് പ്ലാസ്മ പൈറോളിസിസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, എന്താണെന്ന് പറഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മള് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓരോ ഡിസ്പോസൽ മെത്തേഡ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് ഒന്നാണ് ഈ പ്ലാസ്മ പൈറോളിസിസ്.
പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ നാലാമത്തെ നാച്ചുറലിന്റെ നാലാമത്തെ പ്രോസസ് ആണ് എന്ത് പ്ലാസ്മ എന്ന് പറയുന്നത്. അതൊരു എനർജിയാണ്. ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓക്സിജന്റെ ആവശ്യമില്ല. അതിൽ നമ്മൾ ഹൈ തെർമൽ ഡിഗ്രഡേഷൻ, അതായത് ഉയർന്ന താപനിലയിൽ പ്ലാസ്മ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ നശിപ്പിക്കുന്നത്. പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? താപ നശീകരണത്തിലൂടെ നമ്മൾ അതിന്റെ അണുക്കളെ നശിപ്പിച്ചു കളയുന്നു. ഓക്സിജൻ വേണ്ട, പ്ലാസ്മ എനർജിയാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. അതിൽ എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആണോ, എക്സാമ്പിള് പ്ലാസ്മ എനർജിക്ക് എക്സാമ്പിൾ പറയാനായിട്ട് പ്ലാസ്മ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇതുപോലെ ഹോസ്പിറ്റൽ വേസ്റ്റുകള് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വ്യവസായശാലകളിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, അങ്ങനെ അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ് ഈ പ്ലാസ്മ പൈറോളിസിസ് വഴി ചെയ്യുന്നത്. അല്ലാതെ എല്ലാ കോമൺ ആയിട്ടുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ ഈ പ്രോസസ്സിൽ ചെയ്യാറില്ല. ഹോസ്പിറ്റൽ വേസ്റ്റുകളെയും ഹോസ്പിറ്റൽ വേസ്റ്റുകൾ നമ്മൾ പഠിച്ചില്ലേ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്തൊക്കെയാണ്, അപ്പൊ അതിലേക്കാണ് നമ്മൾ ഈ ഒരു പ്ലാസ്മ പൈറോളിസിസ് ചെയ്യുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു എന്താണ് ഡാഷ് ഈസ് ആൻ അൾട്രാ മോഡൽ ടെക്നോളജി, സേഫ് റിമൂവലിനായിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലാതെ പ്ലാസ്മ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നമുക്ക് ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എക്സാമ്പിളൊന്നും എഴുതിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് ലാൻഡ് ഡിസ്പോസൽ. As the name indicates, land disposal include two methods. Land disposal എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടുക എന്നുള്ളതില്ല, അല്ലെങ്കിൽ വലിച്ച് നമ്മൾ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നുള്ള ഒരു മീനിങ് ആണ്. As the name indicates, land disposal includes two methods. ഈ ലാൻഡ് ഡിസ്പോസൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡംപിംഗ് ആൻഡ് ഓപ്പൺ ഡംപിംഗ് ആൻഡ് സാനിറ്ററി ലാൻഡ് ഫിൽ. ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ലാൻഡ് ഫിൽ ഉണ്ട്. ഇനി എന്താണ് ഓപ്പൺ ഡംപിംഗ്? ഓപ്പൺ ഡംപിംഗ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. നോക്കാം. ഓപ്പൺ ഡംപിംഗ് ഈസ് ആൻ അൺസെക്യൂർഡ് മെത്തേഡ്. ഇതിൽ അൺസെക്യൂർ ആയിട്ടുള്ള ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു മെത്തേഡ് ആണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. Because the waste would then be discarded in any open space that may lead to pollution problems. അതായത് വേസ്റ്റുകൾ ആഴൊഴിഞ്ഞ പറമ്പിലോട്ടും പ്രദേശത്തോട്ടും വെറുതെ ചുമ്മാ വലിച്ചെറിയുക, അല്ലെ? നമ്മൾ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ കാണാറില്ലേ, ഇപ്പോ ഹൈവേയുടെ ഒക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടാവും ആളുകള്. കണ്ടിട്ടില്ലേ? നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ആളൊഴിഞ്ഞ പ്രദേശത്തൊക്കെ എന്ത് ചെയ്യും? വേസ്റ്റ് വന്നിട്ട് ഡംപ് ചെയ്തിട്ടുണ്ടാകും. സോ ഇവിടെയും പറയുന്നത് ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളെ ചുമ്മാ നമ്മളൊരു അൺസെക്യൂർഡ് ആയിട്ട് ആളൊഴിഞ്ഞ ഒരു സ്പേസിലോട്ട് എന്ത് ചെയ്യുക? ചുമ്മാ വലിച്ചെറിഞ്ഞിടുക. അതാണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ സാനിറ്ററി ലാൻഡ് ഫിൽ എന്താണത്? ഫോർ സാനിറ്ററി ലാൻഡ് ഫിൽസ് a secluded area is selected away from population. Secluded area എന്ന് വെച്ചാൽ എന്താ? ഒറ്റപ്പെട്ടുള്ള ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത, ആൾ താമസം അധികം ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ആളുകളൊന്നും താമസിക്കാത്ത ഒരു ഏരിയ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സെക്ലൂഡഡ് ഒറ്റപ്പെട്ട ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. Then the dumping is performed in a richest layer. നമ്മൾ ചുമ്മാ ഒരു കുഴി കുത്തിയിട്ട് വേസ്റ്റ് കുഴിച്ചു മൂടുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ലെയർ ആയിട്ട്, അതായത് ഒരു പാളികളായിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെയർ വൈസ് ആൻഡ് കെയറിംഗ് ട്രീറ്റഡ് so that the waste is not exposed to the atmosphere. അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ്ഡ്, സമ്പർക്കം വരുത്താത്ത രീതിയിൽ നമ്മൾ ഈ ലെയർ ആയിട്ടാണ് നമ്മൾ വേസ്റ്റിനെ ഡംപ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്തോട്ട് വേസ്റ്റുകളെല്ലാം കൂടി ഇട്ട് കുഴിച്ചു കൂടുകയല്ല. പകരം അത് നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് സമ്പർക്കം വരാതെ, ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ലെയറുകളായിട്ട് അത് അത്രയും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ലാൻഡ് ഫിൽ ചെയ്യുന്നു. ഇതാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. അപ്പോ ലാൻഡ് ഡിസ്പോസലില് രണ്ട് ടൈപ്പാണ്. ഒന്ന് ഓപ്പൺ ഡംപിംഗ്, വെറുതെ ചുമ്മാ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നതാണ് ഓപ്പൺ ഡംപിംഗ്. ദെൻ സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് നമ്മൾ കുഴി കുഴിച്ചിട്ട് അതിന് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആദ്യം കണ്ടെത്തി അതിൽ നമ്മൾ കുഴി കുഴിച്ച് ലെയർ വൈസ് ആയിട്ടാണ് നമ്മൾ
എന്താണ് മാലിന്യങ്ങള് നമ്മൾ ഇടുന്നത്. സോ മാലിന്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഓട്ടോക്ലേവ് ഒക്കെ ചെയ്തിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ആയിരിക്കും. സോ അറ്റ്മോസ്ഫിയറിന് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്താത്ത രീതിയിൽ നമ്മൾ ലെയർ ബേസ്ഡ് ആയിട്ടാണ് ഇതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാം ഡിസ്പോസല്? Then last one, inertization. Inertization. Okay. ഇൻസിനറേഷനും ഇനർട്ടിസേഷനും മാറിപ്പോകരുത് കേട്ടോ. ചിലർക്ക് മാറിപ്പോകും. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ദഹിപ്പിക്കുന്നതൊക്കെയാണ്. ഇനർട്ടിസേഷൻ എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വമാണ് പ്രോപ്പർ മലയാളം പറയുമെങ്കിൽ. ഇല്ലാതാക്കുന്നതൊക്കെ പറയില്ലേ, നിഷ്ക്രിയത്വം. നോക്കാം എന്താണ് നിഷ്ക്രിയത്വം എന്ന് നോക്കാം. In inertization to bring down the toxicity of waste and minimize the likely risk. It is mixed with cement or another inert material. അതായത് ഇപ്പൊ നമ്മള് ഈ വേസ്റ്റുകളുടെ കാഠിന്യം, അതായത് ആ ഒരു മലിന വസ്തുക്കളുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? സിമെന്റ് പോലുള്ള ഇനർട്ട് മെറ്റീരിയൽ, അതായത് കുമ്മായൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അതായത് വേസ്റ്റിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമെന്റോ അല്ലെങ്കിൽ ഇതുപോലെ കുമ്മായം പോലുള്ള പ്രോസസ്സ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അതിന്റെ കാഠിന്യം നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക, അതിന്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനർട്ട് മെറ്റീരിയൽ നമ്മൾ ചേർക്കുന്നു. Around 30 to 40% of cement is blended with the waste. നമ്മൾ ഈ വേസ്റ്റുകളുടെ ഒപ്പം ഒരു 30 അല്ലെങ്കിൽ 40% സിമെന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആ വേസ്റ്റിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് pharmaceutical and for incineration ashes having high metal content. അപ്പൊ നമ്മൾ ഇത് കൂടുതലും ഇൻഫെക്ഷൻ ചെയ്യുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, അതായത് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകളൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് മെഡിസിൻസുകളും പിന്നെന്താണ് മരുന്നുകൾ, വാക്സിനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ഒപ്പം എന്ത് ചെയ്യും? സിമെന്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിടും. സോ അതിന്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസിനറേഷൻ ആവശ്യം, നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കത്തിച്ചിട്ടുള്ള ചാരം, ആ ചാരത്തിന്റെ ഒപ്പവും ഇതുപോലെ സിമെന്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പൊ അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ്, അതായത് ഭയങ്കര ഉയർന്ന ഒരു മെറ്റൽ കണ്ടന്റ് ഉള്ള വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം, ആ ചാരത്തിന്റെ ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ കുറച്ച് കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമെന്റ് പോലുള്ള ഐറ്റംസ് മിക്സ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ടോക്സിറ്റി എന്ന് വെച്ചാൽ വിഷാംശം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ബ്രിങ് ഡൗൺ ദ ടോക്സിറ്റി, വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനർട്ടിസേഷനിലെ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഇൻ ഇനർട്ടിസേഷൻ ടു ബ്രിങ് ഡൗൺ ദ ടോക്സിറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് മിനിമൈസ് ലൈക്ലി റിസ്ക്. റിസ്ക് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ എവിടെ വരെയാണ് വായിച്ചത്? ഓട്ടോക്ലേവിംഗ് വായിച്ചില്ലേ നമ്മള്? ഓട്ടോക്ലേവിംഗ് വായിച്ചില്ലേ? ഇൻസിനറേഷനും ഓട്ടോക്ലേവിംഗും കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി മൈക്രോവേവ് ഇറാഡിയേഷനും 7th വരെ വായിക്കാം. അണ്ടർലൈൻ ചെയ്യുന്നതേ ലാസ്റ്റ് വൺ 7th പോയിന്റില് ഇനർട്ടിസേഷനിലെ ഫസ്റ്റ് സെന്റൻസ് റിസ്ക് വരെ അണ്ടർലൈൻ ചെയ്യണം. ബ്രിങ് ഡൗൺ ദ ടോക്സിറ്റി കണ്ടോ? ആ ഒരു സെന്റൻസ് റിസ്ക് വരെ ചെയ്താൽ മതി. ഇനി ഒന്ന് വായിച്ചു നോക്കി പ്രോസസ്സുകള്.
ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? അതായത് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത് ക്ലോറിൻ, ബ്ലീച്ചിങ് പോലുള്ള വസ്തുക്കളാണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ പൈറോളിസിസ് ഒന്നും കൂടി പറയാം. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മാറ്ററിന്റെ നാലാമത്തെ ഫോമാണ്. ഖരം, ദ്രാവകം, വാതകം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വസ്തുക്കളെ കത്തിക്കുകയാണ് ശരിക്കും. ഒരു താപപ്രക്രിയയാണത്. അവിടെ നമുക്ക് ഓക്സിജന്റെ അഭാവം, ഓക്സിജന്റെ ആവശ്യമില്ലാതെ ഈ പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വസ്തുക്കളെ തെർമൽ ഡിഗ്രഡേഷൻ ചെയ്യുന്നു. അത് ഓർഗാനിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ തെർമൽ ഡിഗ്രഡേഷൻ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോളിസിസ്. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും പഠിക്കാനായിട്ടുള്ളൂ. പ്ലാസ്മ ഉപയോഗിച്ചുകൊണ്ട് എയറിന്റെ അഭാവത്തിലാണ് നമ്മുടെ വസ്തുക്കളെ ഡിഗ്രഡേറ്റ് ചെയ്യുന്നത്. എയർ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഓക്സിജൻ. പ്ലാസ്മ അബ്സെൻസ് ഓഫ് എയർ ആണ്, എയറിന്റെ അഭാവത്തിലാണ് കേട്ടോ. എയർ അല്ല, എയറിന്റെ അഭാവത്തില്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും, വായിച്ചോ? ഓക്കെ, അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് ആയിട്ട് ഡിസ്പോസൽ മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഓട്ടോക്ലേവിംഗ് നോക്കി, ഇൻസിനറേഷൻ, ഇനർട്ടിസിയേഷൻ, ലാൻഡ്ഫില്ലർ, അല്ലെ? ഇനർട്ടിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്ക്രിയത്വം. അതായത് നമ്മൾ ഈ വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമന്റ്, കുമ്മായം പോലുള്ള വസ്തുക്കൾ മിക്സ് ചെയ്യുന്നത്, അതാണ് ഇനർട്ടിസിയേഷൻ. അതായത് ആ കെമിക്കലിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നത്. ടോക്സിറ്റി കുറയ്ക്കാൻ, അതായത് വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനർട്ട് പോലത്തെ മെറ്റീരിയൽ, ഇപ്പൊ കുമ്മായം, സിമെന്റ്, ഇപ്പൊ നമ്മൾ ബ്ലീച്ച് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്യില്ലേ, അങ്ങനെയുള്ള വസ്തുക്കൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്പോസൽ മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് ടേബിള് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ടേബിൾ എല്ലാവരും പഠിച്ചിരിക്കണം. മാക്സിമം നമ്മളുടെ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ മാക്സിമം ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ ടേബിൾ ഞാൻ അവിടെ ഇരുത്തി തന്നെ മാക്സിമം പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ കോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, മാക്സിമം നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് ടേബിൾ പഠിച്ചു പോകണം. പഠിക്കാൻ റെഡിയല്ലേ എല്ലാവരും? ഓക്കെ ആണോ? മാക്സിമം നമുക്ക് ക്ലാസ്സിൽ വെച്ച്, കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേബിളിൽ തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ കണ്ടന്റ് ടേബിളിലാണ്. അപ്പൊ ടേബിൾ പഠിക്കുമ്പോൾ ടേബിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വേസ്റ്റ് കാറ്റഗറി. നമ്മൾ ഈ വേസ്റ്റുകൾക്ക് ഓരോ കാറ്റഗറി നമ്പർ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്നല്ലാട്ടോ, അത് ഓരോ നമ്പറിനും നമ്മള് കാറ്റഗറി ഓഫ് വേസ്റ്റിന്റെ നമ്പർ ആണ്. നിങ്ങൾ ഒന്നും സൈഡിൽ ചുമ്മാ 1, 2, 3 അങ്ങനെ നമ്പർ തിരിച്ചിരുന്നല്ല. ഇത് കറക്റ്റ് നമ്മുടെ വേസ്റ്റിനെ കാറ്റഗറി ചെയ്തിട്ട് ഓരോ കാറ്റഗറിയിലോട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ദെൻ അതിന്റെ ഏത് വേസ്റ്റ് ആണ്, ദെൻ കളർ കോഡ്. ടഫ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ടഫ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് വേണം, എനിക്കത് പഠിക്കാൻ ഒരു ആഗ്രഹത്തോടു കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അതിന്റെ കളർ കോഡ്, ഏത് കളർ കണ്ടെയ്നറിലാണ് ആ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്, ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് രീതിയിൽ നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ പഠിക്കാൻ പോകുന്നത്. ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ നമ്മള് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി തീരും. അങ്ങനെയല്ലേ? നമ്മൾ തുടക്കത്തിൽ തന്നെ അതെനിക്ക് കിട്ടില്ല, തലതിരിഞ്ഞൊന്നും പോവില്ല. നമ്മൾ സ്വയം തലതിരിയാതെ നോക്കാം. മീൻസ് നമ്മൾ പഠിക്കണം, എനിക്കത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ പഠിക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയാ, നെഗറ്റീവ് അടിക്കരുത് ഒരിക്കലും. നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. എത്ര ടഫ് ആണെങ്കിലും എനിക്കത് പഠിക്കാൻ പറ്റും. അതിന് നമുക്ക് ടഫ് ആണെങ്കിൽ നമ്മൾ അതിന് സിമ്പിൾ ആക്കി എടുക്കണം. പഠിക്കും നമ്മള് കേട്ടോ. അപ്പോ പഠിച്ചു കാര്യം ബേസ് ചെയ്യാം.
I can, yes. അതുപോലെ തന്നെ അല്ലെ, I will, yes, okay. അപ്പൊ നമ്മൾ തന്നെ സ്വയം പറയാം, നമ്മൾ തന്നെയാണ് ടഫ് ആണെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെയല്ല കേട്ടോ, ടേബിള് വളരെ ഈസി ആണ്, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. നമ്മൾ പഠിച്ചിരിക്കും, പേടിക്കേണ്ട ആരും എന്റെ ഒപ്പം നിന്നാലേ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു പോകാം. അപ്പോ ഫസ്റ്റ് കാറ്റഗറി നമ്പർ നോക്കാം, then ടൈപ്പ് ഓഫ് വേസ്റ്റ്, കളർ കോഡ്. അപ്പോ ഇവിടെ ടൈപ്പ് ഓഫ് വേസ്റ്റില് ഡാർക്കൻ ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ടോ, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി പേര് കേട്ടോ. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഞാനല്ലോ, എന്റെ ക്ലാസ് കഴിയാറായില്ലേ? നീ വേണോ ക്ലാസ്? മതിയായില്ല, നീ വേണോ? ഇപ്പൊ തന്നെ നിങ്ങൾ കുറെ പേർക്ക് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് അടുത്ത ടീച്ചർ വരും. ഞാൻ പഠിച്ചതാ, ഏത് പഠിച്ചതാ? ഇതാണോ? ഓക്കെ, ദെൻ നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കണുള്ളൂ, നമുക്ക് ടൈം ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിന് അടുത്ത ദിവസം തുടങ്ങിയാൽ മതിയോ ടേബിള്? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രം പറ്റുള്ളൂ. നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയൊരു സ്റ്റാർട്ട് ചെയ്യാം ടേബിൾ ആയിട്ട് മതി. ഓക്കെ, താങ്ക് യു മാം. മതിയായിട്ടാണോ? പഠിച്ചോ ക്ലാസ്? നെക്സ്റ്റ് ക്ലാസ് എടുക്കാം മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ ടേബിൾ എടുക്കും. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.